ആദർശവും ആൾക്കൂട്ടവും അത് രസകരമായൊരു വിഷയമാണ്. മാനവരാശി ഉണ്ടായ അന്നു മുതൽ ഒരുപാട് ചിന്തകളും സ്വപ്നങ്ങളും ആശയങ്ങളും ഉണ്ടായിരുന്നു. സോക്രട്ടീസിൻ്റെയും പ്ലാറ്റോയുടെയും അരിസ്റ്റോട്ടലിൻ്റെയും കാലത്താണ് അതിന് വലിയ രൂപമുണ്ടായത്. പുരാണങ്ങളിലൊക്കെ വലിയ ആദർശ പുരുഷന്മാരെ നാം കേട്ടിട്ടുണ്ട്. ആശയ പുരുഷന്മാരെയും ആദർശ പുരുഷന്മാരെയും കേട്ടിട്ടുണ്ട്. തുടർന്ന് ഇങ്ങോട്ട് ആദർശത്തിൻ്റെ ഒരുപാട് സംവാദങ്ങളും ചർച്ചകളുമൊക്കെ ലോകമാകെ സംഭവിച്ചിട്ടുണ്ട്. കാറൽ മാർക്സിൻ്റെ പുസ്തകം വരുമ്പോൾ തന്നെ, ദാസ് ക്യാപിറ്റൽ വന്ന് മൂലധനം വന്നപ്പോൾ തന്നെ അതൊരാശയമാണ്. ഗാന്ധിജി ഗ്രാമസ്വരാജ് എന്ന് പറയുന്ന ഒരു ആശയമാണ്. ബുദ്ധൻ മുന്നോട്ട് വെക്കുന്ന ഒരു ജീവിത ശൈലിയാണ്, ഒരാശയമാണ്. ഇങ്ങനെ ഓരോ സംവിധാനങ്ങളിൽ ഓരോരുത്തരും പുതിയ ആശയങ്ങൾ മുന്നിൽ വച്ചിട്ടുണ്ട്. ഇന്ന് ഗുരുദേവൻ്റെ സമാധി ദിനമാണ്. ഗുരുദേവൻ ഒരുപാട് ആശയങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അയ്യാഗുരുവും ചട്ടമ്പിസ്വാമികളും ശ്രീനാരായണ ഗുരുദേവനും വൈകുണ്ഠസ്വാമികളുമൊക്കെ ഒരുപാട് ആശയങ്ങൾ മുന്നോട്ട് വെച്ചു സമൂഹത്തിൽ. ആശയവും ആൾക്കൂട്ടവുമുണ്ട്. ഇതിലേറ്റവും കൂടുതൽ യോജിക്കുന്നത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും മതസംഘടനകൾക്കുമാണ്. ഒരു ചെറിയ കൂട്ടം അത് പിന്നെ ഒരു വലിയ കൂട്ടമായി ആൾക്കൂട്ടമായി മാറും. ചെറിയ കൂട്ടമായിരിക്കുമ്പോൾ നല്ല ആദർശമുണ്ടായിരിക്കും. ആദർശശുദ്ധിയുള്ള ആളുകൾ പറയുന്നത് കേട്ടിട്ടായിരിക്കും പൊതുജനങ്ങൾ കൂടുന്നത്. ജനങ്ങൾ കൂടിക്കഴിയുമ്പോൾ സ്വാഭാവികമായി ആദർശങ്ങളെ വല്ലാതെ ആ ജനങ്ങളിൽ സന്നിവേശിപ്പിക്കാൻ ശ്രമിക്കും. അങ്ങനെ ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായും ഇതിൻ്റെ ആദർശത്തിൻ്റെ കാർക്കശ്യം കൊണ്ട് ആളുകൾ വരാൻ ചിലപ്പോൾ മടിക്കും. എന്നാൽ വലിയൊരു വിഭാഗം ആളുകൾ വരികയും ചെയ്യും. അങ്ങനെ നേതൃത്വത്തിലെത്തുന്നവർ ആശയം കൊണ്ടുപോകുമ്പോൾ എല്ലാ പ്രസ്ഥാനത്തിനകത്തും, രാഷ്ട്രീയ പ്രസ്ഥാനത്തിനകത്തും ഒരു റെസിഡൻസ് അസോസിയേഷൻ എടുത്താൽ പോലും, ചെറിയ ചെറിയ സംവിധാനങ്ങൾ എടുത്താലും കമ്മിറ്റികൾ എടുത്താലും രണ്ട് കൂട്ടർ ഉണ്ടാവും. ഒന്ന് സമ്പൂർണ്ണമായ ആദർശത്തിന് വേണ്ടി നിൽക്കുന്നവർ, സമ്പൂർണ്ണമായ ആശയത്തിന് വേണ്ടി നിൽക്കുന്നവർ. രണ്ടാമത്തെ കൂട്ടർ എന്ന് പറയുന്നത് അധികാരങ്ങളുമായി ബന്ധപ്പെടുത്തി നിൽക്കുന്നവർ. അധികാര സ്ഥാനങ്ങൾ നല്ലത് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടിയാണ്. അല്ലാതെ എല്ലാവരും അധികാരത്തിലിരുന്ന് അഴിമതി ചെയ്യാനല്ലല്ലോ. നന്മ ചെയ്യാനാണെങ്കിലും അധികാര സ്ഥാനം വേണമെന്ന് ആഗ്രഹിക്കുന്നവർ. അവർ പലപ്പോഴും ആദർശങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യാറുണ്ട്. അങ്ങനെ ആദർശങ്ങളുടെ ഒരു ഗ്രൂപ്പും അധികാരവുമായി ബന്ധപ്പെടുത്തി ആദർശങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യുന്നൊരു ഗ്രൂപ്പും എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലും കാണാമായിരുന്നു. കാലം കഴിഞ്ഞു, ആൾക്കൂട്ടങ്ങളുടെ എണ്ണങ്ങൾ കൂടി, സമ്പത്ത് കൂടി, അധികാരസ്ഥാനങ്ങൾ കൂടി. സ്വാഭാവികമായും ആദർശത്തിൽ വെള്ളം ചേർക്കപ്പെട്ടു. ആദർശം പറയുന്നവർ ഒറ്റപ്പെട്ടു. അവരുടെ ശബ്ദങ്ങൾ ഒറ്റപ്പെട്ട ശബ്ദങ്ങളായി മാറി. ആദർശം പറയുന്നവരെക്കാൾ വലിയ രൂപത്തിൽ ആൾക്കൂട്ടം വന്നു. മാസ് ഇങ്ങനെ ഒരുപാട് വന്നു കഴിഞ്ഞപ്പോൾ മാസിൻ്റെ സൈക്കോളജിയായി. അങ്ങനെ മാസ് സൈക്കോളജി രൂപപ്പെട്ട് കഴിഞ്ഞപ്പോൾ കൃത്യമായി എന്ത് സംഭവിച്ചു? ആദർശം അങ്ങ് നഷ്ടപ്പെട്ടു. എല്ലാ രാഷ്ട്രീയ ആളുകൾക്കും സംഭവിച്ചിരിക്കുന്ന കാര്യം ഇതാണ്. ആൾക്കൂട്ടം കൂടിയപ്പോൾ ആദർശം നഷ്ടപ്പെട്ടു. ആദർശം നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല, ആൾക്കൂട്ടത്തിൻ്റെ ആദർശം എന്തെന്നും ആൾക്കൂട്ടത്തിൻ്റെ മനഃശാസ്ത്രം എന്തെന്നും ആൾക്കൂട്ടത്തിന് തീരുമാനിക്കാൻ പറ്റാത്ത രീതിയിൽ പുറത്തിരിക്കുന്ന ശക്തികൾ തീരുമാനിക്കാൻ തുടങ്ങി. ആരായി പുറത്തുള്ള ശക്തികൾ? അത് ജാതി സംഘടനകളും മതസംഘടനകളും വർഗീയ സംഘടനകളും മൂലധനത്തിൻ്റെ ശക്തികളും സമ്പത്തുള്ളവരും ആഗോളവൽക്കരണത്തിൻ്റെ ശക്തികളും തുടങ്ങിയിട്ടുള്ള വൻകിട ശക്തികളായ ചെറിയ ന്യൂനപക്ഷമാണ്. അപ്പോൾ എന്താ കമ്മിറ്റികളിൽ സംഭവിക്കുക? പാർട്ടി കമ്മിറ്റി ആവട്ടെ, സംഘടനകളുടെ കമ്മിറ്റി ആവട്ടെ, അവിടെ എന്താ സംഭവിക്കുക? അവിടെ എന്ത് ചർച്ച ചെയ്യണമെന്നുള്ള അജണ്ട നേരത്തെ മുൻകൂട്ടി വേറൊരു ചെറിയ കൂട്ടർ തയ്യാറാക്കി, അവർ സ്ക്രിപ്റ്റ് തയ്യാറാക്കി അവർ കൊടുത്തുവിടും. ആദർശത്തിനോട് വിട്ടുവീഴ്ച ചെയ്യുന്ന നേതൃത്വത്തിലുള്ള ഗ്രൂപ്പ് അത് അതേപടി അംഗീകരിച്ചു കൊടുക്കും. ചുരുക്കത്തിൽ എന്താ സംഭവിക്കുക? ഔപചാരികമായി നടക്കേണ്ടുന്ന ചർച്ചകളും മറ്റും ചടങ്ങുകളായി മാറും. സ്വാഭാവികമായും
ചടങ്ങുകളായി മാറുന്നതിൻ്റെ ഫലമായി, കൃത്യമായി അജണ്ടകൾ പുറത്ത് സെറ്റ് ചെയ്യുന്നതിൻ്റെ ഫലമായി, ആദർശത്തിൻ്റെ ചിന്താഗതികൾ ഇല്ലാതാവുന്നതിൻ്റെ ഫലമായി ആൾക്കൂട്ടത്തിൻ്റെ മനഃശാസ്ത്രമായിരിക്കും നടപ്പിലാക്കാൻ വരിക. അങ്ങനെ വരുമ്പോഴാണ് വൻകിട പദ്ധതികളായാലും വികലമായ പദ്ധതികളായാലും വികസന വിരുദ്ധതയുള്ള കാര്യങ്ങളായാലും നാടിന് ദോഷമുള്ള കാര്യങ്ങളായാലും ഒക്കെ കൃത്യമായി ചർച്ച ചെയ്തപ്പെട്ട് പോകാത്ത സാഹചര്യമുണ്ടാവും. എല്ലാ വികസന പ്രവർത്തനങ്ങളും മോശമാണെന്ന് അഭിപ്രായമുള്ള ആളല്ല ഞാൻ. വികസനം കൃത്യമായ ആവശ്യമാണ്, അത് സുസ്ഥിര വികസനം ആവശ്യമുണ്ട്. പക്ഷെ അതിൻ്റെ അജണ്ടകൾ ആദർശപരമായി ആശയപരമായി തീരുമാനിക്കാനുള്ള സാഹചര്യമില്ലാതായി, ആശയപരമായി തീരുമാനിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞു വന്ന് അവരുടെ ശബ്ദമില്ലാതായി, ആൾക്കൂട്ടത്തിൻ്റെ ശബ്ദത്തിന് വലിയ ഉയർച്ച കിട്ടി, അല്ലെങ്കിൽ അതിന് വലിയ ആഘോഷം കിട്ടി. ആ ആൾക്കൂട്ടത്തിൻ്റെ ശബ്ദം തന്നെ പുറത്തിരിക്കുന്നവർ തീരുമാനിച്ച് പുറത്തുള്ളവർ അത് കൈകാര്യം ചെയ്ത രീതിയിലേക്ക് പോകുന്നു. ഒരു തമാശ പറയാറുണ്ട്, ചില കാര്യങ്ങൾ അത് ശരിയുമാണ്. ഓരോ പദ്ധതികളും കൊടുക്കണോ വേണ്ടേ എന്ന് ഏത് പദ്ധതി അനുവദിക്കണമെന്ന് തീരുമാനിക്കുന്ന യോഗം അകത്ത് നടക്കുമ്പോൾ, അത് സെക്രട്ടേറിയറ്റിലാകട്ടെ, മറ്റ് ആളുകളുടെ ബോർഡ് റൂമുകളിലാകട്ടെ, കോൺഫറൻസ് ഹാളിലാകട്ടെ, വിശദമായ ചർച്ചകളും പവർ പോയിൻ്റ് പ്രസൻറ്റേഷനുകളും നടക്കുമ്പോൾ ഏതൊക്കെ പദ്ധതിക്ക് അന്തിമമായി അനുമതി നൽകണമെന്ന് തീരുമാനിക്കപ്പെടുന്നത് അവിടെയല്ല. പല ഹോട്ടൽ മുറികളിലും ഇവിടെ ഇരിക്കുന്ന ബോർഡ് മീറ്റിങ്ങിൽ നടക്കുന്ന, എന്തിനു പറയുന്നു, ക്യാബിനറ്റിൽ നടക്കുന്ന കാര്യങ്ങൾ പോലും, ഞാൻ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പറയുന്നതല്ല, പല കാര്യങ്ങളും പല രൂപത്തിൽ പുറത്തു പോകുന്നുണ്ട്.